അപ്പോൾ ഹലോ ഗൈസ്, ഞാനാണെന്നുണ്ടെന്ന് വന്നിട്ടുള്ള ഏത് ഗെയിമായിട്ട് എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 99 നൈറ്റ് ഇൻ ദ ഫോറസ്റ്റിലായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ 42 ദിവസം സർവൈവ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ വലിയ പ്രോ പ്ലേയേഴ്സ് ആയിരിക്കും. 135 ഇവരെ പേരെ കയറാം. അങ്ങനെ അതന്നെ 4 പ്ലേയേഴ്സാണ്. ശരിക്കും നൂപത്തിക്ക് 5 പ്ലേയേഴ്സ് ഒക്കെ 135 ദിവസം സർവൈവ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. വെള്ളിപ്പനം കയറി നമുക്ക് കുറച്ച് സർവൈവ് ചെയ്യാൻ ഉണ്ടാവേണ്ടതാണ്. നാളെ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. സർവൈവ് 99 നൈറ്റ്സ്. മിസ്സിംഗ് ചൈൽഡ് വിൽ ഹെൽപ്പ് ഒക്കെ നമുക്ക് ചെയ്യാം. ഗൈസ് ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവള് 2 മെഡും ഇതാക്കി പോയിട്ടുണ്ട്. എന്തായാലും കയ്യിലിരിക്കട്ടെ. എനിക്ക് ഈ നൈറ്റ് എനിക്ക് ലേശം പുഷ് ചെയ്യാനുണ്ടായിരുന്നു. ചാർക്കോളല്ല, മറ്റേ ഒരു കോള് എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടാവേണ്ടു ഇവിടെ. അത് വിടറാ, അത് വിടറാ. ക്യാമ്പ് ഫയർ ലെവൽ 1 ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ലേശം കൂടി മരം വെട്ടിയിട്ട് നമുക്ക് മാപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ട് ലേശം പണി ചെയ്യാനുണ്ട്. എക്സ്പ്ലോറിങ്ങിന് പോകണം. എന്തായാലും നമ്മുടെ വലിയ പ്രോ എന്നല്ല, 42 ദിവസം ആകെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു വീഡിയോയിൽ 50 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പറ്റുകയാണെങ്കിൽ മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി പറയുകയാണെങ്കിൽ. കാരണം ലേശം ഒരു ടഫാണിത്. 99 പോയിട്ട് ഒരു 20 എന്തായാലും എനിക്ക് പറ്റുണ്ടാവും ചിലപ്പം. അത് ഒറ്റയ്ക്ക് കളിക്കുന്നത് 20 പറ്റുണ്ടാവും ചിലപ്പോൾ. 20 പറ്റുമോ നോക്കാം നമുക്കിപ്പോൾ. എപ്പോഴും ഇങ്ങനെ 42 ദിവസം സർവൈവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു 42 ദിവസം സർവൈവ് ചെയ്തിട്ടുള്ള വലിയ കാര്യം പോലും അല്ല. 100 എത്രയോ സർവൈവ് ചെയ്ത ആൾക്കാരൊക്കെ ഇല്ലേ ഇവിടെ. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും വലിയ കാര്യമില്ലാന്ന്. മാപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 3 മരം എടുത്തിട്ട് മാപ്പ് ഉണ്ടാക്കട്ടെ ഞാൻ, എന്നിട്ട് വരട്ടോ. ഞാനാണെന്നുണ്ട് മരം കൊണ്ടുപോയിട്ട് എന്തായാലും ഇടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 3 കൊണ്ട് ഒരു ഇതുണ്ടാക്കാം. ഒരു മാപ്പ് എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഭാഗത്തേക്ക് വെക്കാം. ഈ ഭാഗത്തേക്ക് അവിടെ ആയിട്ടിരിക്കട്ടെ. ഈ ലേശം ഒന്ന് എക്സ്പ്ലോറിങ്ങിന് പോയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പറയാം. ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ ഇവിടെ. ലാഭമായല്ലോ അതിപ്പോൾ. എനിക്ക് ട്രീ ഹൗസ് കയറി കുത്തിരിയാണേൽ. ട്രീ ഹൗസിൽ എന്തെങ്കിലും നല്ല ചെസ്റ്റ് ഉണ്ടാവുമല്ലോ. നൈറ്റ് ഈസ് അപ്രോച്ചിങ് കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നൈറ്റ് ആവാനായി എന്നാണ് പറയുന്നത്. സീനിലാവുന്നു. കോളൊക്കെ ഉണ്ട് ഇവിടെ കുറേ സാധനമുണ്ട്. പിന്നെ എനിക്കൊരു പവർ ഉണ്ട്. ഡയമണ്ട് കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. ഡയമണ്ട് ഫ്രീ ആണ്, ഗെയിമിൽ നിന്ന് തന്നെ കിട്ടും. അതിനൊരു പവർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഒന്നാക്കില്ല. ഗുഡ് ആക്സ് കിട്ടി. സീന് വലിയ വേറൊന്നും ഇല്ലാത്തൊരു ആക്സാണ്, പക്ഷേ എന്നാലും പവറുള്ള ഒരു ആക്സുമാണ്. ഈ നൈറ്റൊന്നും ഫോക്സ് ഒന്നും അറ്റാക്ക് ചെയ്യാനൊന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാണ്ട് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നടക്കാം. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ ആരും വരത്തില്ല. ഇത് ആണിയാട്ടോ. ഈ ആണിയും കൊണ്ട് നമുക്ക് യൂസ് ഉണ്ട്. ഈ പൂവും കൊണ്ട് നമുക്ക് യൂസ് ഉണ്ട്. എന്തുകൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് യൂസേ ഉള്ളൂ. യൂസ് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെയൊക്കെ ഫ്ലവർ. എൻ്റെ ബേസിൻ്റെ അടുത്തേക്ക് എത്താനായോ എടാ? ഞാനാണെന്നുണ്ട് ഇവിടെ ചൂണ്ടടാൻ വന്നിട്ടുണ്ട്. എന്തായാലും ശരിക്കും ഈ ദിവസം ഇങ്ങനെയൊന്നല്ല കളിക്കണ്ടായിരിക്കുമല്ലോ. ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഞാൻ ഡ്രോപ്പല്ലടാ, ടേക്ക് ചെയ്തിട്ട് ഇത് പിടടാ, എന്നിട്ട് അങ്ങോട്ട് ഇടടാ. ചൂണ്ട ഇപ്പം മീൻ കിട്ടും, മീൻ കിട്ടിക്കോളും. അല്ലേ ആ ഉണ്ട കാണിക്കുന്ന പോലത്തെ മീനിട്ട വേഗം കിട്ടിക്കോളും. ഹെൽത്ത് അങ്കർ നല്ല കുറവായതുകൊണ്ട് ഇങ്ങനെ മീനെ പിടിക്കൊക്കെ എളുപ്പം. 3 മീൻ ഇപ്പം തന്നെ വെക്കും എൻ്റെ ഇത് കണ്ടല്ലേ. മീനെ പിടിക്കുക എളുപ്പമാണ്. അയ്യോ പോയി. മീനെ പിടിക്കുക എളുപ്പമാണ്. കുറച്ച് മീൻ പിടിച്ചിട്ട് വരെ. ട്രേഡർ വന്നതെന്നാണ് പറയുന്നത്. ബണ്ണി ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗുഡ് സ്റ്റാക്ക് വാങ്ങാനും. ഗുഡ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ബാഗ് വാങ്ങാനും. ബണ്ണി ഫുഡ് തരണേ. കിട്ടിയില്ല, അന്നേരം ഓടിക്കോ. നൈറ്റ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ഇവിടെ ബണ്ണി ഫുഡ് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യട്ടോ. ഗൈസ് ഒരു 2 മരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മൈൻഡ് ക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അറിയാം. ഇതിലും അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതിൽ പക്ഷേ അതല്ല വിളിക്കുക, ക്രാഫ്റ്റിംഗ് ബെഞ്ചോ അങ്ങനെ എന്തോ ആണ് വിളിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഇതിലെന്തെങ്കിലും അവിടെ വിളിക്കുന്നത്. നമുക്കെന്തായാലും അത് ഉണ്ടാക്കണം. ഡേ 2 ആണ്. ഫോക്സ് ബിയർ പിടിക്കാൻ വരും. മോൺസ്റ്ററിൻ്റെ പേരാട്ടോ, 99 മോൺസ്റ്റർ എന്ന് വിളിക്കാം നമുക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ അപ്ഗ്രേഡ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതാരാ? ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. ഇത് മറ്റേ ഇവരാണോ ഇങ്ങനെ ഇതാക്കുന്നത്? നിങ്ങളൊക്കെയാണോ നേരം കാര്യങ്ങളില്ലേ? ടഫാണല്ലോ. കുറേ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷെൽഫും കൊണ്ട് നമ്മളിങ്ങനെ ബോർഡർ പോലെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അത് ഒരു ഐക്യു ആണ്. അത് നിങ്ങൾ പഠിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോളുക.
ഇതിപ്പോൾ പകുതി പ്ലേയേഴ്സും കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പ്രശ്നം അതല്ല, അങ്ങനെ എല്ലാവരും വെക്കണ്ടേ സീനില്ല. ഓൾഡ് റോഡ് ബാൻഡേജ് എന്തേലും ആവട്ടെ. എനിക്കൊരു 20 മരം വേണം ഗൈസ്. ബെഡ് ഉണ്ടാക്കണം നമുക്ക്. ബെഡും പിന്നെ വേണം. ലേശം ടഫാണ് ഗെയിം എന്ന് പറയുന്നത്. ബെഡ് വേണം. എനിക്കൊരു തേങ്ങയിലുള്ള ഓൾമോസ്റ്റ് ഔട്ടോ. ക്യാമ്പ് ഫയർ തീരാനായിന്ന് ഗൈസ്. മരം വെട്ടിട്ട് അല്ലാണ്ട് ബോൺഫയർ ക്യാമ്പ് ഫയർ തീർന്നുണ്ടെങ്കിൽ ഡിയർ വന്ന് പിടിച്ചും കൊണ്ടുപോകുമ്പോഴാണ് മോൺസ്റ്റർ വന്ന് പിടിച്ചുകൊണ്ടുപോകും. മോൺസ്റ്റർ എന്ന് വിളിക്കുക, അല്ലാണ്ട് 99 ഒന്നും വിളിക്കുക എന്നെ കൊണ്ടാവത്തില്ല ഗൈസ്. മോൺസ്റ്റർ എന്ന് വിളിച്ചാൽ മതി. മോൺസ്റ്റർ വന്ന് പിടിച്ചാൽ കൊണ്ടുപോകും ഗൈസ് നമ്മളാ. പിന്നെ പൊടി ഉണ്ടാവില്ല അവിടെ. വേമ്പോ കൂടട്ടെ. ലേശം ക്യാമ്പ് ഫയർ ആക്കിയിട്ട് പോട്ടോ നമുക്ക് ഗൈസ്. കുട്ടീനെ രക്ഷിക്കാൻ പോകണം. ഇനിയിപ്പോൾ അതാണ് പണി നമ്മളെ. നമുക്ക് ഞാൻ കുട്ടീൻ്റെ പേര് ഡൈനോ കിട്ടും, അങ്ങനെ എന്തെന്ന് അതിന് കുട്ടീൻ്റെ പേര് തോന്നുന്നു. അതിനെ രക്ഷിക്കാൻ പോലാണ് ഇനി നമ്മളെ പണി എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഒട്ടും പ്രിപ്പയർ ആയിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. കാരണം ഒറ്റയ്ക്കാണ് ഗൈസ്. ഞാനിതെല്ലാം കൂടി എങ്ങനെ ഉണ്ടാക്കാനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സാധനം ഒന്ന് ഉണ്ടാക്കിയിട്ട് സേഫായിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് നോക്കേണ്ടത്. ഇപ്പോൾ സേഫായിട്ട് എന്തായാലും ഇതിൻ്റെ അത് കുത്തിരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 5 ആണി നമുക്ക് രാവിലെ ആകുമ്പോൾ ഉണ്ടാക്കണമെന്നല്ലോ. ലേശം എക്സ്പ്ലോറിങ്ങിന് പോകാമെന്ന് വിചാരിച്ചാൽ ഫുഡും ഇല്ല. ഫുഡ് വേണമെന്ന് വിചാരിച്ചാൽ ഫുഡ് ഇവിടെ കിട്ടാനുമില്ല. കിട്ടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വൂൾഫിനെ തട്ടവണില്ലേ. മോനെ വാടാ വൂൾഫേ, മോനെ വാടാ. അയ്യോ അടിച്ചടാ, മാപ്പ് ഓപ്പൺ ആയി പോടാ. അയ്യേ പെണ്ണ് ഇങ്ങോട്ട് വരില്ല. മോനെ പെണ്ണിന് ഇവിടത്തേക്ക് അടിക്കാനാവും. അയ്യോ അടിക്കാനാവും. പെണ്ണ് ഇങ്ങോട്ട് വരില്ല അതിന്. അതെന്തോ ആണ്. ഇതേ ആവട്ടെ എന്തായാലും. എനിക്ക് മനസ്സിലാവും. ഞാൻ ആകെ കുറച്ചെങ്ങനെ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഞാൻ കളിക്കുന്നത്. അധികവും ഞാനിങ്ങനെ വർത്തമാനം പറയുന്നത് മാത്രമേ ഉണ്ടാവില്ലേ ഗൈസ്. ഇന്ന് മറ്റേ മോൺസ്റ്റേഴ്സ് വരും, അതിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം ഗൈസ്. ഞാൻ എന്തോ ചെയ്യുവാനാ. കാരണം എനിക്ക് ആണിയില്ല ഒന്നാമത്തേത്. ഒരു 5 10ൻ്റെ പരം ഒരു 5 കൂടി 15 ആണി നമ്മുടെ അടുത്ത് വേണം ഗൈസ്. എങ്ങനെ ഒപ്പിക്കാനാ ഗൈസ്? എനിക്കാണെന്നുണ്ടെങ്കിൽ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. റിവോൾവറാണ്, വലിയ ഗണ്ണൊന്നുമല്ല. ഇതും പറഞ്ഞാൽ വലിയൊരു ഗണ്ണൊന്നുമല്ല. എന്തായാലും ഗണ്ണ് കിട്ടിയില്ല പോരെ ഗൈസ്. കറക്റ്റ് സാധനം എൻ്റെ അടുത്തുണ്ട്. 18 എണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറ്റുന്ന മൊത്തം ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഉണ്ടാക്കിയൊക്കെ വരെന്തായാലും സമ്മതിക്കില്ല. വേറെ കുറച്ച് അടിച്ച് കൊന്നിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നുണ്ടാവും. പറയാൻ പറ്റില്ല. നല്ല സീനാണ് ഇവർ. 2 ആൾക്കാരേ ഉള്ളൂ എന്നുള്ളൂ. 2 ആൾ ഒരുമിച്ച് അടിക്കുമ്പോൾ ഹെൽത്ത് കുറയുന്നുണ്ട്. ഓൾഡ് ആക്സാണ് വരുന്നത്, പക്ഷെ നമ്മളെ ഗുഡ് ആക്സാണ്. അതാണ് വ്യത്യാസം. എടാ എന്താണ് ഇപ്പം നടന്നേ? സ്ക്രീന് കുറഞ്ഞു പോയി ഞാൻ ഓടുന്നതിന് പകരം. എനിക്ക് നല്ല ഹെൽത്ത് കുറവാണല്ലോ. ഇതിൻ്റെ അടുത്തുനിന്നാ വേഗം ഹെൽത്ത് കൊടുക്കുള്ളൂ. നോബ്സ് കുടുങ്ങി. നോബ്സ് കയറി വന്ന് ഗൈസ്. എനിക്ക് ഇവിടുന്ന് കൊല്ലട്ടോ. നോബ്സ് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങത്തില്ല. എനിക്ക് ഇവിടുന്ന് ഇവരെ കൊല്ലാൻ പറ്റും. ഇവരോട് ഇറങ്ങി വരും ചിലപ്പോൾ. എന്താ കൊല്ലാൻ പറ്റാത്തത്? ഇവിടുന്ന് അടിക്കാൻ കഴിയത്തില്ല. അന്നേരം ഇവിടെ നിന്ന് അടിക്കാം. കുഴപ്പമില്ല, എൻ്റെ കയ്യിലാണ് ഗുഡ് ആക്സ് ഉള്ളത്. അന്നേരം നീ ഒന്നും ചെയ്യാനാകത്തില്ല. ഏതറാ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. മഴ ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ ഉണ്ട്. ഡിയർ ഹംഗ്രി ആണെന്നാണോ? അല്ല, പെൽറ്റ് ട്രേഡർ വന്നു പറയും. വേറെ ഒരു സീനുമില്ല. ലേശം ടഫാണ് ഗൈസ് കളി എന്ന് പറയുന്നത്. എനിക്ക് ഫുഡ് എന്തായാലും ഉണ്ടാക്കണം ഗൈസ്. പിന്നെ അത് ലേശം ലോങ് ആയിരിക്കും. നിങ്ങൾ പിന്നെ എനിക്ക് തീരെ സപ്പോർട്ട് തരുന്നുണ്ട്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ ഗൈസ്. ഞാൻ ആ ഷെൽട്ടർ പോലത്തെ സാധനം എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലേശം നൈറ്റ് എന്തായാലും ഇവിടെ കുത്തിരിക്കാൻ നമുക്ക് ഗൈസ്. ഞാനിപ്പോൾ ചാവും ഗൈസ്. യു ആർ ഹംഗ്രി എന്നടക്കം വന്നു മെസ്സേജ് എനിക്ക്. പക്ഷെ എന്നാലും എൻ്റെ കയപ്പ് തീരുമല്ലോ. ഞാൻ സ്പിരിറ്റ് തന്നെ ഓടും. കയപ്പനാണ് ഞാൻ എന്തായാലും. നല്ല ലേശം എക്സ്പ്ലോർ ചെയ്തിട്ട് ആണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലേശം ഫ്യൂലും കൊണ്ടുവന്നിട്ടുണ്ട്.
ഫ്യൂൽ എന്ന് പറഞ്ഞാൽ വേഗം കൂടിട്ടോ, കണ്ടില്ലേ 83 44 അന്നേരം എത്ര കൂടിയെന്ന് കൂട്ടി വെച്ചിട്ടോ. നമ്മൾ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെഡ് ഉണ്ടാക്കിയാൽ നമ്മളെ നൈറ്റ് വേഗം കൂടും. 99 നൈറ്റ് എന്തായാലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 20 മരം പോയി വെട്ടുക, നമുക്ക് സീനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാം. 20 മരം പോയി വെട്ടട്ടെ. ഞാനെന്നെ ബോൺഫയർ അപ്ഗ്രേഡ് ചെയ്ത് ഈലിടുന്നതിന് പകരം അടേ മറന്നു കേടാത് ഗൈസ്. ഇപ്പോൾ ഇവിടെ 12 മരം ഞാൻ ഇട്ടിട്ടുള്ളൂ. 12 മരം. 12 എന്ന് പറയുമ്പോൾ ഇനി വേണം നമുക്കൊരു 8 മരം ഇനിയും വേണം ഗൈസ്. ഇതൊക്കെ എങ്ങനെ ഞാൻ ഒപ്പിക്കാൻ? അവിടെ തന്നെ എന്തായാലും നടന്നുണ്ട്. പിന്നെ എൻ്റെ പാർട്ട് 2 ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, പാർട്ട് 2 മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. കാരണം ഇത് ചത്തായി ഗെയിം വരുന്നതാണ്. വീണ്ടും വേറൊരു ഗെയിം കളിക്കാനാണോ, അല്ലെങ്കിൽ ഇതന്നെ ഇതാക്കിയിട്ട് ഈ ഒരു ഇതിൽ ചത്തില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇടാനാണെന്ന് പറയട്ടോ. ഇനി ഒരു 2 കൂടി മതി, വെറും 2 മതി. 2 ഒപ്പിക്കട്ടോ. ഞാൻ കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കിയ 20 മരം ഇപ്പം കത്തി തീർക്കാൻ പോവാണ്. ഒരു ഓൾഡ് ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെന്തായാലും. ബെഡ് ഇവിടെ പോയാൽ ഞാൻ നേരത്തെ വെച്ചേ, അതെവിടെ എവിടെ വെച്ചിട്ടുണ്ട് ബെഡ്. ഇത് ഇങ്ങനെ ഒന്നങ്ങ് വെച്ചേക്കാം. ഡിസൈനൊന്നും നമുക്കിവിടെ വേണ്ട ആവശ്യമില്ല, കാരണം ഇതെന്ന് പറഞ്ഞാൽ സേഫായി കളിക്കുന്ന ഇതാണ്. ഡിസൈനൊന്നും നമുക്കിവിടെ വേണ്ട. പിന്നെ ഇനി ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഉപയോഗം വേണം. ആണി വേണം കേസ്. ഇനി ആണിയാണ് ഒപ്പിക്കേണ്ടത്. ഇനി കുറച്ച് ആണി കൊണ്ടച്ചിട്ടിട്ടുണ്ട്, 6 ആണി കൊണ്ടച്ചിട്ടിട്ടുണ്ട്. അയ്യോ ഇവിടെ മാറിപ്പോടെ ഉണ്ടാക്കിയേ, 5 വെറുതെ പോയി. സീനില്ല, നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ അങ്ങ് വെച്ചുകൊടുക്കാം. വെറുതെ 5 പോടാ, എന്ത് ചെയ്യാനാ? സീനില്ല. 5 മാത്രമേ ഉള്ളൂ. അതിൻ്റെ അതിന് ഇതുണ്ടാക്കാൻ പറ്റിയില്ല. വേണ്ടത് കിട്ടിയില്ലല്ലോ ഗൈസ്. വേണ്ടത് കിട്ടി, വേണ്ട വെച്ച് ബാക്കിയുള്ളതെല്ലാം കിട്ടി. നിൻ്റെ അത് കയറി കുത്തിരിക്കുമ്പോൾ ബോൺഫയർ അടഞ്ഞു, അതാണ് ഉപയോഗം ഗൈസ്. ഇന്നും ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവനെന്താ വെള്ളത്തിൽ കിടക്കുന്നത്, ഉറങ്ങാണെന്ന്. എടാ റെയിനും ഉണ്ട് തണ്ടറും ഉണ്ട്. പെട്ട് നമ്മൾ. ഞാൻ പെട്ട് മോനെ, പെട്ട് ഇവിടുന്ന് എടുത്തതാണ്. ഞാൻ ആറാനേ ഇവിടെ നിർത്തില്ലേ, ഇവിടെ നോക്കിയാലേ എടുക്കണ്ട. നീ ഏതാ? ഞാൻ ആരടാ? അതാണ് ഇവിടുന്ന് കുറേ ചൂട്ട്. ഒരു ചെസ്റ്റ് ഉണ്ട്, നല്ല എന്തെങ്കിലും കിട്ടണേ ദൈവമേ, നല്ല എന്തെങ്കിലും കിട്ടണേ ദൈവമേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ നല്ല കിട്ടി. ആടാ നല്ല കിട്ടി, സീരിയസ്ലി പറയല്ല, നല്ല കിട്ടി. സ്പിയർ കിട്ടി. സ്പിയർ ആക്ച്വലി നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. എൻ്റെ അടുത്ത് എന്തൊക്കെയാണല്ലേ? ഓൾഡ് റോഡ്, ഗുഡ് ആക്സ്, ഓൾഡ് ഫ്ലാഷ് ലൈറ്റ്, 2 ബാൻഡേജ്, പിന്നെ എന്തെന്നാ ഓൾഡ് ഫ്ലാഷ് ലൈറ്റ്, പിന്നെ റിവോൾവർ, സ്പിയർ. അതൊക്കെ ചെയറിന് കുറേ യൂസ് ഉണ്ട് കേട്ടോ. ചെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ നടന്നത്. റേഡിയോ, ടയർ, യെസ് ടയർ, ഓക്കെ, ഇതൊക്കെ വേണ്ട. ഈ സാധനം ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. എന്ത് സാധനം? ഈ സാധനം സ്റ്റോർ ചെയ്യട്ടെ. എന്തായാലും 3 ആണി കിട്ടും കേസ് നമുക്ക്. എൻ്റെ അകത്തൊന്നും വേണ്ടതിൽ കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ആണിക്കുള്ള സെറ്റായിട്ടുണ്ട് എന്തായാലും നല്ല. ഞാൻ ഈ പോയിട്ട് കാണട്ടെ, വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഇപ്പോഴല്ലേ ഗൈസ് സീനായ ഞാൻ എൻ്റെ താഴോട്ടേക്ക് നോക്കി അങ്ങ് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ ഇതിൽ പകുതിയും ഷെൽഫും പകുതിയും ഇതൊക്കെ ആട്ടോ. ഷെൽഫ് ഓരോന്നും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കലാണ്. ഷെൽഫ് ഞാൻ കുറേ ഷെൽഫ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്രയും ഇത് വന്നിട്ടുള്ളത്. എൻ്റെ PC കളിക്കുമ്പോൾ അങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ കുറേ വന്നു ഗൈസ്. ബിൽഡ് ഷെൽഫ് ഞാനാക്കിയതല്ലേ, ഞാനാക്കിയത് പറയലാണ്. ഇനി 2 ഷെൽഫും കൂടി വെക്കാനേ ഉള്ളൂ. ആണി നമ്മളെ അങ്ങ് തീർന്ന് കിട്ടി. കയപ്പ് കാണിക്കലേ പോയി കൊല്ലവനാ. നീ എന്താ നീ വിചാരിച്ച എന്നെ പറ്റിയിട്ട്? നീ ഏതാ നീ? I have no food nahi bro. noob. സ്പിയറും വെച്ച് അടിച്ചാൽ 2-3 അടിയങ്ങൻ ചാവും. അവൻ്റെ കയ്യിൽ സ്പിയറല്ല, പക്ഷേ അവൻ എന്നെത്ര കളിക്കാറില്ലല്ലോ. ആരാള്ള ഇവരിങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കള്ളങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെ അങ്ങ് നിന്ന് കൊന്നാൽ മതി ഇങ്ങനെ. ഇത് ഫസ്റ്റത്തെ ആണോ സെക്കൻഡത്തെ ആണോ അതിനോട് സീനില്ല. 3rd സീനാണ്. നല്ല അടി കിട്ടിയില്ലേ? റെഡിയല്ലേ? ടേക്ക് ഗൈസ്. ഒരു മാസം കേട്ടോ നമുക്ക്. ഈറ്റങ്ങളെ തന്നെ കൊന്നിട്ട് ഈറ്റങ്ങളെല്ലാം നശിപ്പിച്ച് മയം വരുത്തി ഉണ്ടാക്കിയതാ. ഈറ്റങ്ങളെ തന്നെ നമ്മളെന്താക്കും, തീയിലങ്ങ് ഉരുക്കി അങ്ങ് വിടും. അങ്ങനെയുണ്ട് മാസം. അങ്ങനെ ഉണ്ട് ഏതപ്പോൾ 14 ദിവസം നമ്മൾ സർവൈവ് ചെയ്തെന്നാണ് പറയുന്നത്. 14 ദിവസമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ഞാൻ 42 ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് പോരാ, എനിക്ക് കൂടുതൽ വേണം.
കൂടുതൽ എന്ന് പറഞ്ഞാൽ നല്ല കൂടുതൽ വേണം. എനിക്ക് പക്ഷേ ഫുഡില്ല, അതാണ് സീന്. എനിക്ക് മൾട്ടിപ്ലെയർ കളിക്കണമെന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫുഡിനുള്ളത് തന്നെ സെറ്റായി, ഫുഡിനുള്ളപ്പോൾ സെറ്റാവും. ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യട്ടെന്ന്. ഗൈസ് ഹോസ്പിറ്റലാണ്, എനിക്ക് ലെക്ക് ഉണ്ട്, ഇല്ലെങ്കിലും ലെക്ക് ഉണ്ട്. എന്തോ ഒരു ബിൽഡിങ് ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ട് അവിടെ. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറണേ ലേശം പണിയുണ്ട്. ലേശം അധികം പണിയുണ്ട്. ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ലൂട്ടുണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് ഞെട്ടിപ്പോട്ടോ. അതിൻ്റെ ലൂട്ടുണ്ടാവും അവിടെ. ഡയമണ്ട്, ഈ സാധനം എന്ന് പറയുന്നത് ആൽഫ ഉൾഫ, സാധാ ഉൾഫല്ല. ഞാനാണെന്നിട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു മെഡ് കിട്ടി, പിന്നെ 3 ആണുള്ള 2 കസാര കിട്ടി, പിന്നെ ഒരു കേക്കും കിട്ടി. കേക്ക് എടുത്ത് തിന്നേക്കാം, വേഗം ഫുള്ളായിക്കോളല്ലോ. ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം തുറന്ന് നോക്കുകയാണ്. എല്ലാം തുറന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് ഞാൻ പറയില്ല. ബാൻഡേജ് കിട്ടി. ബാൻഡേജ് ഇപ്പോൾ കുറേ എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ആക്ച്വലി അതെന്തിനാന്ന് എനിക്ക് പോലും അറിയത്തില്ല, അത്രയും ഉണ്ട് എൻ്റെ അടുത്ത്. ബെഡൊന്നും എടുക്കാൻ കഴിയത്തില്ല. ഇത് നമുക്ക് കയ്യിൽ വെച്ചിരിക്കാം, ആണ് കത്തിക്കാൻ യൂസ് ചെയ്യാം. സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇത്. ഇല്ല, സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അയ്യടാ, ബേസിന് ഒന്നുമില്ല. ഇനി അങ്ങ് ഓടി അങ്ങ് ബേസിലേക്ക് കയറി തന്നെ. ടയർ വന്ന് ബാക്കിലുണ്ട്. ഷോനീനായിട്ടൊന്നും വരത്തില്ല അങ്ങനെ. ഇതെന്ന് പറഞ്ഞാൽ 17 ദിവസമായിട്ടുള്ളൂ, വെറും 17 ദിവസമായിട്ടേ ഉള്ളൂ. 20 തൊട്ടാണ് കൊണ്ട് ശരിക്കത്തെ കളി തുടങ്ങുക ഗൈസ്. 20, 19 തൊട്ടാണ് കൊണ്ട് ശരിക്കത്തെ കളി തുടങ്ങുക. എന്ന് വെച്ചാൽ അടുത്ത നൈറ്റ് എങ്ങനെയാണ് 19 ആവാൻ നിങ്ങൾ വിചാരിക്കും. 19 ആവും ഗൈസ്, നിങ്ങൾ കണ്ടോ. അത് ബെഡിൻ്റെ ഇതുണ്ട് എൻ്റെ കയ്യിൽ, അതിനുണ്ടാവും. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഷെൽഫും ഒരു കുറച്ച് ഇതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഷെൽഫ്, ഒരു ഷെൽഫ് ആക്ച്വലി ഒരു ഷെൽഫ് ഇങ്ങനെ വെച്ചിട്ട് ട്രാപ്പ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഇതെന്ത് സാധനം, ഇതും അത് തന്നെയാണ്. ഒന്ന് എന്നാൽ ഇവിടെ തന്നെ ബാൻഡേജ് കുറേ ഉണ്ട് എൻ്റെ അടുത്തല്ലേ. ഒന്ന് ഇതിൻ്റെ അകത്ത് വേറെ ഓൾഡ് ബാൻഡേജ് ലേശം ഒന്ന് ഡ്രോപ്പ് ചെയ്തൊന്ന് കളയട്ടെ. കളയാനല്ല, കയ്യിൽ തന്നെ വെക്കണത്, വേണ്ടിയാ ഗൈസ്. എൻ്റെ ഹെൽത്ത് കൂടുന്നു നോക്കിയോ. പിന്നെ ഇപ്പം നോക്കിയോ 19 എന്നുള്ള 20 ദിവസമായിട്ടുണ്ട് ഗൈസ്. സീനാണ്, ഇനി തൊട്ടാണ് സീനെന്ന് പറയുന്ന സാധനം വരാൻ പോകുന്നത്. എന്തോ വരുന്നുണ്ടല്ലോ, വലുത് വരുന്നുണ്ട്. ഡിയർ ഹംഗ്രി ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മോൺസ്റ്റർ നല്ല ഹംഗ്രിയാണ്, പിടിച്ച് തിന്നു എന്നാണ് പറയുന്നത്. ഈ നൈറ്റിലാണ് ആക്ച്വലി ഞാൻ കുട്ടീനെ രക്ഷിക്കാൻ പോകുന്നത്. കുട്ടീനെ രക്ഷിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അധികവും മനസ്സിലാവുണ്ടാവില്ല അല്ലേ. ഇതിൽ മൊത്തം അങ്ങ് ചവിട്ടി പോവാം, വേണ്ടേരം തോന്നുന്നുള്ളൂ, അല്ലേ തലമ്പാവും. മൊത്തം ഹെൽത്ത് കൂട്ടിയിട്ട് വരെ. അപ്പോൾ ഗൈസ് ഇതാണെന്നുണ്ട് 18 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. ഞാനിത് ചാവും വരെ എൻ്റെ ഇതുണ്ടാവും കേട്ടോ. പാർട്ട് 2വിന് വേണ്ടി കാത്തിരിക്കുക. ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ആവുന്നുണ്ടാവും ചിലപ്പം.